ഹലോ, ഇന്ന് ഒരുപാട് സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന വിശേഷം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലെ ഡ്രാഗൺ ചെടീനെ പറ്റിയാണ്, ഡ്രാഗൺ ഫ്രൂട്ട് ചെടീനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചെടി ഇപ്പോൾ കുറേ പോപ്പുലറായി എന്ന് തോന്നുന്നുണ്ട്. പണ്ടൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേര് അത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ചെടീനെ കുറിച്ചുള്ള ഞങ്ങളുടെ കുറച്ച് അറിവുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ഈ വീഡിയോയിലൂടെ. ഡ്രാഗൺ ഫ്രൂട്ടിന് എന്തെന്നാ പ്രധാനമായിട്ട് ചെയ്യാറ്? വളം ഡ്രാഗൺ ഫ്രൂട്ടിനും നമ്മൾ അടിവളം പൊട്ടിക്കാറായ പക്ഷേ പൊട്ടിച്ചോ. അടിവളം ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 1-2 മാസത്തെ വളർച്ച എത്തുമ്പോൾ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലെ തന്നെ ചാണകം കലക്കിയ മിശ്രിതം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആദ്യം തന്നെ അത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മണ്ണിൽ കുമ്മായിട്ട് മണ്ണ് ശരിപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ തൈ നടുന്നത്. ഇതിനിപ്പോ ഇത് നല്ല പഴുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും മധുരമുണ്ട്. കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഞാൻ ഇത് നടണ്ട എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇതിമ്മപ്പോ നന്നായി നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിപ്പോ ഈ തവണ നമുക്ക് മഴ തുടങ്ങിയപ്പോൾ അതിൻ്റെ കടയ്ക്കൊരു ചീച്ചലൊക്കെ വന്നു. ഇങ്ങനെ തണ്ടൊക്കെ കടയിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട് ചീഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ച എല്ലാം പോയി എന്ന് കരുതി. പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ബോഡോ മിശ്രിതം ഒരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനെ കടക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോഴും ചെടി വലുതായി. പിന്നെയും അപ്പോൾ കട ഇങ്ങനെ ചീഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ തണ്ടോടെ ചീഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെന്താ വേറെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വലുതാവാൻ കാരണം അത് പൊന്തി വന്നപ്പോൾ അതുമേലത്തെ വേറെ സ്ഥലത്തുനിന്ന് വേര് മണ്ണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആ കട പോവാണ്ട് ഇപ്പോഴും രണ്ടാമതും പൂത്ത് കാച്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചീച്ചിൽ വന്നാൽ ഇത് ഒഴിച്ച് നോക്കിയാൽ ഗുണം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ല ജ്യൂസിയാണ് കേട്ടോ. ഞങ്ങളുടെ ലിയോറയ്ക്ക് കൊടുക്കട്ടെ. നല്ല വയലറ്റ് എന്നൊക്കെ അടിക്കും. ഇത് പൂ വിരിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ പഴുത്ത് നമുക്ക് നല്ല കിട്ടും. പിന്നെ വെച്ചാൽ ആ കമ്പ് നമ്മൾ കായ് ഉണ്ടായ കമ്പാണ് നമ്മൾ വെട്ടി നട്ട് കഴിഞ്ഞാൽ നമുക്കത് മുളച്ച് പെട്ടെന്ന് പഴം ഉണ്ടായി കിട്ടുന്നുണ്ട്. മറ്റേ കമ്പുകളുമ്പോൾ അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല. ഇത് നമ്മൾക്ക് കിട്ടിയത് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടുത്തെ അമ്മയുടെ അനിയത്തിയുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ തന്നതാണ്. ആദ്യം തന്നപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല എന്ന് പറഞ്ഞാൽ നടനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നട്ട് നോക്കി, ഇത് പ്രത്യേകതയുള്ളതാണ്, നല്ല മധുരമുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ മാതിരി തന്നെ നല്ല മധുരമുണ്ട്, നല്ല ജ്യൂസിയാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ ജ്യൂസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ കമ്പുകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് കൊടുക്കാൻ ഇവിടെ ഇപ്പോഴും മുളച്ച് നിൽക്കണുണ്ട്. ഇതാണ് അതിൻ്റെ സീസൺ. ഇപ്പം നല്ല ചൂടുകാലം വന്നിട്ടുള്ള മഴ പെയ്യുക. ആ മഴ പെയ്തു തുടങ്ങിയാൽ നിറയെ പൂവിട്ട് ഇതിമ്മ കായ് ഉണ്ടാവും. ഇത് ഇങ്ങനെ പൊന്തി വന്ന് നമ്മുടെ വീടിൻ്റെ ഞങ്ങൾ വെച്ചേക്കുന്ന കിണറിൻ്റെ ഒരു കാണിച്ച സ്ഥലത്താണ്. അത് ഒരു പൊങ്ങി വന്ന് താഴത്തേക്ക് വീഴണം ഇതിമ്മ പഴം ഉണ്ടാവണമെങ്കിൽ. ഞങ്ങൾക്ക് ടെറസും ഉണ്ടായിരുന്നു. പക്ഷെ അത് ടെറസൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ എല്ലാ കടകളും കൂടി എടുത്ത് പുറത്തേക്ക് ഇട്ടു. നല്ല എന്ത് കളർന്നതിനെ പറയാം, പിങ്കാണ് നല്ല. ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് ഞങ്ങൾക്ക് ആകെ പറഞ്ഞുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വിളവെടുപ്പ് എന്ന് കാര്യമായിട്ട് പറയുന്നത്. ഒക്കെ പഴുത്തിട്ട് അപ്പുറത്തുണ്ടാകും എന്നും അതൊന്നും കാര്യമായിട്ടില്ല. അത് ടെറസിലാണ് നമ്മൾ വെച്ചിരുന്നത്. ശരിക്കും ടെറസിൽ വെച്ചാലാണ് നന്നായിട്ട് നല്ല വെയിൽ കിട്ടണത് ഈ ചെടിക്ക്. ഇപ്പോൾ ടെറസ് ഞങ്ങൾക്ക് ഇപ്പോൾ കല്യാണമായിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തു. അതോടുകൂടി ആ ചെടി അങ്ങനെ തന്നെ അവർ പുറത്തെടുത്തിട്ടു. ഇത് പാകമായിട്ടുണ്ട്, ഇതൊക്കെ പഴുപ്പായിട്ടുണ്ട്. 4 ഇത് നമുക്ക് കോയമ്പത്തൂരിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അന്നംകുട്ടി ചേച്ചി, ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ്റെ വൈഫ് മേരിയുടെ ചേച്ചിയാണ് ഞങ്ങൾക്കിത് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടു തന്നത്. ഈ പഴം നമ്മൾ നല്ല മധുരമുണ്ട് ഇതിന്, നല്ല ഡാർക്ക് വയലറ്റുമാണ്. പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം മതി. കറക്റ്റ് പൂ വിരിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേക്കും ഇത് പഴുത്ത് നമുക്ക് വിളവെടുക്കാം. ഇപ്പോൾ കണ്ട പുതിയ പൂക്കൾ ഇതുമ്പോൾ വേറെ ഉണ്ടാവണുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ജൂൺ അവസാനമാകുമ്പോഴേക്കും സാധാരണ പൂക്കാറ്. ഇത്തവണ നേരത്തെ അത് പൂത്തു. മെയ് മാസമായപ്പോഴേക്കും. ഏപ്രിൽ മാസത്തിലും ഞങ്ങൾക്ക് ഇത്തവണ കായ ഉണ്ടായി, മെയ് മാസം ഉണ്ടായി.
ഇതാണ് അതിൻ്റെ പൂക്കൾ. ഇത് പൂക്കൾ വിരിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇത് പൂവാനുള്ള ഇത് കൊഴിഞ്ഞു പോകുന്ന തോന്നണേ ലക്ഷണം കണ്ടിട്ട്. കണ്ട അത് കൊഴിയാറായിട്ടുണ്ട്. ഇനി അപ്പുറത്തുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഇതിനൊരു കടയ്ക്കൊരു കേട് പറ്റി ഈ മഴക്കാലത്ത്. ഈ ഇഷ്ടിക കൂടെ കിടക്കുന്നത് ഇവിടെ പണിക്കാരൻ വന്ന് ഇതിനോടുകൂടി ജാമാക്കി വെച്ചു. അതിൻ്റെ അപ്പം തുളകളിൽ കൂടെ വെള്ളം പുറത്തു പോകാൻ പറ്റാണ്ടായിപ്പോയി. ഞാൻ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഈ ചെടികളെയൊക്കെ നോക്കണം. അപ്പം നോക്കുമ്പോൾ ഇതിൻ്റെ കട കണ്ട ഇത് കേടുവന്നു പോയി. ഇതുണ്ടോ ഇതൊക്കെ കേടുവന്നു. പക്ഷെ പഴങ്ങളുണ്ടാവുന്നുണ്ട് ഉമ്മ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇവിടെ നിന്നൊരു വേര് പൊട്ടിയിട്ട് ഇതേ മണ്ണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് ആവശ്യമില്ലെങ്കിലും അത് അതിനെ കൂടെ വലുതായിക്കോളും. ഞാൻ എന്നിട്ട് ബോർഡോ മിശ്രിതം ഒരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 10 ദിവസം മുമ്പ് അടിച്ചിട്ടുണ്ടായി. ഇന്നലെ പക്ഷെ ഞാൻ കുറച്ച് കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് കുറച്ച് ഇട്ട് കൊടുത്തു. കട പഴുക്കാണ്ടിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. കാര്യമായിട്ട് പരിചരണമൊന്നും ഇതിന് വേണ്ട. പിന്നെ ഇതിപ്പോൾ ഇതിന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകം, വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും കലക്കി വെച്ച സ്ലറിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ്. 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. അത്രയും നമ്മളിതിന് വളം ഇടുന്നുള്ളൂ. പിന്നെ മഴക്കാലത്ത് അങ്ങനെ സ്ലറി ഞാൻ ഒഴിക്കുന്നില്ല. കാരണം അതൊക്കെ ലിക്വിഡായിട്ടുള്ള വളമല്ലേ. അപ്പോൾ ഇത്തിരി ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും കൂടി വെറുതെ കൊണ്ടിട്ട് കൊടുക്കുള്ളൂ. ഇതിനധികം വെള്ളം ആവശ്യമില്ലാത്ത ചെടിയുണ്ട്. നമ്മൾ നട്ടു കഴിഞ്ഞാലും വല്ലപ്പോഴും ഒരിക്കലേ നമുക്കിതിന് വെള്ളം ഒഴിക്കണ്ടു. തീരെ നനവില്ല എന്ന് തോന്നിയാൽ. ഇതിൻ്റെ കമ്പ് നമ്മൾ ഈ പഴം ഉണ്ടായതിൻ്റെ കമ്പ് വെട്ടി നട്ട് കഴിഞ്ഞാൽ ഒരു 4-5 മാസം കഴിയണം എന്ന് മുളച്ച് ബുദ്ധി വരണമെങ്കിൽ. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് അങ്ങനെ മുളപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാർക്കുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ ഇപ്പം ഉണ്ടായി കഴിഞ്ഞതിൻ്റെ ഒക്കെ കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകം ഒരു പരിചരണം ഒന്നും വേണ്ട. അത് ഇങ്ങനെ പൊങ്ങി നിൽക്കണ ഏതെങ്കിലും ഒരു സ്ഥലം, അതുകൊണ്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങോട്ട് മറിഞ്ഞ് വീഴണം. ഞാൻ വെക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടൊക്കെയാണ് വെച്ചതാണ്. വെറുതെ നട്ടിട്ടു. പക്ഷേ ഇത് നിറച്ച് പഴങ്ങളുണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായി. ഉള്ളതൊരു കടയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത്. ഈ സമയത്ത് ഇത് ആൺപൂവും പെൺപൂവും വേറെയാണ്. അപ്പം നമ്മൾ ഇതിന് തേനീച്ച ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഈ മഴക്കാലം ആകുമ്പോൾ തേനീച്ചകൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ നമ്മളുടെ ഹാൻഡ് പോളിനേഷൻ നടത്താമെന്ന് പറയാറുണ്ട്. ഇനി പൂമ്പൊടി കൊണ്ട് എടുക്കണം. ഇതിന് തട്ടി കൊണ്ട് എടുക്കാം. തട്ടി പൂമ്പൊടിയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഹാൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ട ആൺപൂവും പെൺപൂവും തിരിച്ചാൽ ഇതിൽ വരാം. അപ്പം നമ്മൾ പോളിനേഷൻ നടക്കണമെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ, തേനീച്ചകൾ അവരാണ് വരാം. ഈ മഴക്കാലം ആകുമ്പോൾ തേനീച്ചകൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ പോളിനേഷൻ നടത്തി കൊടുക്കണം. അപ്പം അതിനിപ്പോൾ ഞാൻ കാണിച്ചത് ഈ പൂമ്പൊടി എടുത്തിട്ട് എന്നിട്ട് ഈ പൂവിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്നത് ക്ലിയർ ആവണല്ലേ? അപ്പോൾ ചെറിയ ബ്രഷ് ഉണ്ടോ ഇനി ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഉപയോഗിച്ചത്. അപ്പോൾ കായകൾക്ക് വലിപ്പം കൂടുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നില്ല, അപ്പോഴാണ് പോളിനേഷൻ ശരിയായിട്ട് നടക്കുക. എന്നാലാണ് വലിയ കായകൾ ഉണ്ടായി കിട്ടും. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ മഴ പെയ്തു തുടങ്ങിയാൽ എല്ലാവരും ചെയ്യുമ്പോൾ കവറിട്ട് മൂടിയിടും. അപ്പം അതിന് പകരം നമ്മൾ ഫോറിനിലാണ് പണി ചെയ്തിട്ടിട്ട് ഇവിടെ തുമ്പത്തൊരു റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കും. ഡ്രാഗൺ ഫ്രൂട്ട് ചെടീനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ നമുക്ക് അത്ര അറിയില്ല. പക്ഷേ ഇത്രയും നാൾ നട്ട് വളർത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും കുറച്ച് പേർക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ചെടീനെ പറ്റി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിലൂടെ. ഇനി ഇങ്ങനെ വീട്ടിലെ ചെടികളെ പറ്റി കുറേ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെടികൾ വളർത്തുന്നവർക്ക് കുറച്ച് അറിവ് പകരാനായിട്ട് ഈ വീഡിയോ ഷെയറും ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.